ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആദിലക്ഷ്മി. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ കുമരകത്തിനടുത്തുള്ള പാതിരാമണൽ എന്ന് പറയുന്ന ഒരു ഐലൻഡിലാണ്. അപ്പോൾ കായ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ വണ്ടി ഇറങ്ങി 1 കിലോമീറ്റർ ബോട്ട് യാത്രയ്ക്ക് ശേഷമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. വളരെ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ്. ഒരു കാടിനുള്ളിലൂടെ നടക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടെ അനുഭവിക്കാൻ സാധിക്കാം. അപ്പോൾ നമുക്ക് അതിന്റെ കാഴ്ചകളിലേക്ക് പോകാം. ശാന്തമായി ഒഴുകുന്ന വേമ്പനാട്ടു കായലിൽ അതീവ ശാന്തമായി ഒരു ദ്വീപ്, അതാണ് പാതിരാമണൽ. വെൺമലയിൽ സൂര്യൻ പൊന്നണിയും നേരം കണ്ടുണരാൻ പോര്. കായലിൽ ഉണർന്ന പച്ചപ്പിന്റെ തുരുത്ത്, നട്ടുച്ചയ്ക്ക് ഇരുട്ടാകുന്ന പാതിരയിൽ തിളങ്ങുന്ന അത്ഭുത ലോകം. ഇത് പാതിരാമണൽ. വെയിലൽപ്പം കുറവാണെങ്കിലും ചൂടിന് വലിയ കുറവൊന്നും നമുക്കവിടെ അനുഭവപ്പെടുകയില്ല. കലമേലെ കണ്ടേ മഴ മൂടും മാമല മുകളിൽ ഇടിമിന്നൽ തൂന്നതുമുണ്ട്. വേമ്പനാട്ടു കായലിൽ 100 ഏക്കറിലധികം വിസ്തൃതിയിലാണ് ഈ ഒരൊറ്റ നിറം എല്ലാ വർണ്ണവുമാകുന്ന ഈ ഒരു ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. 100-ലേറെ ദേശാടന പക്ഷികളുടെ വാസസ്ഥലം കൂടിയാണ് ഈ ഒരു ദ്വീപ്. വെൺമലയിൽ സൂര്യൻ പൊന്നണിയും നേരം കണ്ടുണരാൻ പോര്. ഈയൊരു ദ്വീപ് വില്ലുമംഗലം സ്വാമിയാർ കായലിൽ നിന്നും സൃഷ്ടിച്ചതാണ് എന്നാണ് കഥ. അത് പാതിരയ്ക്കായതിനാലാണ് പാതിരാമണൽ എന്ന പേര് വന്നത് എന്നും പറയപ്പെടുന്നു. ആദ്യം ഈ ഒരു ദ്വീപ് ഒരു ജന്മിയുടെ കൈവശമായിരുന്നു. പിന്നീട് ജന്മിയിൽ നിന്ന് ഒരു ഗുജറാത്തി വാങ്ങുകയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം പാതിരാമണലിൽ സഞ്ചാരികൾ എത്തിയത് തുടങ്ങിയതിനു ശേഷമാണ് വിനോദസഞ്ചാര വകുപ്പിന് കീഴിലായി മാറിയത്. അലതല്ലും തിരകളെയൊന്നായി കൈക്കുമ്പിൾ കോരിയെടുത്തേ തിരമൂടിയ കരയുടെ മേലെ കാക്കാത്തി കിളിയതു ചൊന്നേ. 100 ഏക്കറിലധികം വിസ്തൃതിയിൽ 4 ഭാഗവും വേമ്പനാട്ടു കായലിനാൽ ചുറ്റപ്പെട്ടതുമായ പാതിരാമണൽ ദ്വീപ് യാത്രക്കാർക്ക് നൽകുന്നത് മറക്കാനാവാത്ത ഒരു അനുഭൂതിയാണ്.